നിങ്ങളുടെ ഡോഗിന്റെ പൂപ്പ് ചെയ്യണ ഏരിയ ഇവിടെ ശരിക്കും പറഞ്ഞ് ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് ഹെയർ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഹെയർ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അവിടെ പൂപ്പ് സ്റ്റക്കായി കിടക്കുകയാണ്. പൂപ്പ് സ്റ്റക്കായി കിടക്കുമ്പോൾ അവിടെ നിങ്ങളിപ്പോൾ കണ്ടിട്ട് അത് ക്ലീൻ ചെയ്യാണ്ട് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ബാക്കിൽ നല്ല രീതിയിൽ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്കിതൊരു മന്ത്ലി വേണ്ട ഒരു സംഭവം കൂടിയാണ് ഈ ഹൈജീൻ ക്ലീനിങ്. മന്ത്ലി എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈജീൻ ക്ലീനിങ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് 3 കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഒന്ന്, ഡോഗ്സിൻ്റെ ഈ പാവിൻ്റെ അടിയിലുള്ള ഈ ഒരു ഹെയർ ഉണ്ട്, ഇവിടെ ക്ലീനിങ് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഇതൊരു മെയിൽ ഡോഗാണ്. ആ മെയിൽ ഡോഗ് ആകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു നല്ല രീതിയിലൊരു ക്ലീനിങ്ങും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഹെയർ ഇല്ലാത്ത പോലെ തന്നെ അവിടെ ക്ലീൻ ചെയ്യും. ഇപ്പോൾ മെയിൽ ഡോഗ് ആകുമ്പോൾ അവിടെ ഡോഗിൻ്റെ പെന്നീസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഹെയർ ഉണ്ടാവും. അപ്പോൾ അത് മൂത്രമൊഴിക്കുമ്പോൾ അത് അവിടെ ഉള്ളൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാനായിട്ട് കൂടുതലാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും. പിന്നെ വരുന്ന 3ാമത്തെ സ്ഥലമാണ് ഈ ഡോഗ്സിൻ്റെ പൂപ്പ് ഏരിയ. പൂപ്പ് ഏരിയയിൽ നമ്മൾ നല്ല രീതിയിൽ അവിടെ പൂപ്പ് സ്റ്റക്ക് ആവാത്ത രീതിയിലാണ് നമ്മളവിടെ ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒരു ഡോഗിന് മന്ത്ലി വേണ്ട ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ഗ്രൂം ചെയ്യാൻ പറ്റിയെങ്കിലും ഹൈജീൻ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഹൈജീൻ ക്ലീനിങ്ങിനും നെയിൽ കട്ടിങ്ങിനും ഒക്കെ കൂടി നമുക്കൊരു 300 rupees ഒക്കെ ചാർജ് വരുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഗ്രൂമിങ് സെൻറ്ററിൽ ഇതിനൊക്കെ ഒരു ചാർജ് കാര്യങ്ങൾ ചോദിക്കും. ഇപ്പോൾ ഗ്രൂമിങ് ചെയ്യാൻ പറ്റാത്തവർക്കുണ്ടെങ്കിൽ ഹൈജീൻ ക്ലീനിങ്ങെങ്കിലും ചെയ്യേണ്ടത് മസ്റ്റാണ്. ഓക്കെ. സോ അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങളിപ്പോൾ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതവിടെ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചിലവ് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡു യുവർ ഗ്രൂമിങ് ഫോർ ദ ഡോഗ്സ് ആൻഡ് ഓൾ വെരി വെൽ ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ പെറ്റ്സ്. താങ്ക് യു.